ജീവിതം എന്ന ഒരു സിലബസ് അല്ലേ, അത് സാധാരണ സ്കൂളുകളിലോ അല്ലെങ്കിൽ കലാലയങ്ങളിലോ പഠിക്കാത്ത സിലബസുകൾക്ക് അപ്പുറമുള്ള ഒരു സിലബസ് പഠിച്ചെടുക്കാനും വായിച്ചെടുക്കാനും സാധിച്ചെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കൂ എന്നാണ്. അവിടെ സ്വന്തത്തിനെ കുറിച്ച് അറിയാനും മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ അറിയാനും സഹജീവികളോടുള്ള പെരുമാറ്റങ്ങൾ അറിയാനും ഒക്കെ സാധിക്കുമ്പോഴാണ് ജീവിതം സാർത്ഥകമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നോക്കൂ, ജീവിതത്തിൽ കൗമാര കാലഘട്ടം എന്നത് അതിന് പല ടേമുകൾ പല കാലങ്ങളിലായി ഓരോ കാലഘട്ടത്തിലും പറയാറുണ്ട്. അഡോളസൻസ്, ടീനേജ്, ഗാങ് ഏജ്, ഇപ്പോൾ ബഡീസ്, അതുപോലെ തന്നെ എന്താ പറയുക ചങ്കുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികൾ പരസ്പരം ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏറെ പിരിമുറുക്കങ്ങളുടെ കാലമാണ്. അതുപോലെ തന്നെ ഏറെ സംഘർഷങ്ങൾ അനുഭവിക്കുന്ന കാലമാണ്. തങ്ങൾക്ക് തങ്ങളുടേതായ ഒരു ഇടം ഒരുക്കുന്നതിൽ കുട്ടികൾ സജീവ ശ്രദ്ധ പുലർത്തുന്ന ഒരു കാലമാണ്. അപ്പോൾ അവിടെ ഏറെ അവരാഗ്രഹിക്കുന്നത് ഒരു തങ്ങൾക്ക് തങ്ങളായി നിലനിൽക്കാൻ വേണ്ട ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ ശ്രദ്ധയും അവരാവശ്യപ്പെടുന്ന ഒരു ഫ്രീഡമൊക്കെ ഉണ്ട്. അത് രക്ഷിതാക്കളും അധ്യാപകരും കണ്ടറിഞ്ഞ് കൊടുക്കാൻ സന്നദ്ധരായാൽ സ്വാഭാവികമായിട്ടും അവരെ നമുക്ക് നമ്മുടെ കൂടെ നിലനിർത്താൻ സാധിക്കുമെന്നാണ്. അവിടെ ഒരു തിരസ്കരണത്തിൻ്റെ ഒരു എന്താ പറയുക എതിരിടുന്ന ഒരു അവസ്ഥയാണുള്ളത് എങ്കിൽ സ്വാഭാവികമായിട്ടും വീണ്ടും ആ അകൽച്ച കൂടുകയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത ഒരു അകൽച്ചയിലേക്ക് അത് എത്തിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്.